ഒരു ദുഃഖമില്ലാത്ത ആളാണ്. ഒരു ദുഃഖമില്ല, ഭൗതികമായ ഒരാവശ്യമില്ല, എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യമുള്ള ഒരാളാണ്. പക്ഷെ പള്ളിയിൽ അങ്ങോട്ട് പോയിരുന്നാൽ രണ്ട് കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. കരയാൻ വേണ്ടി കരയണ്ട, ഒരു അഭിഷേകമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നെങ്കിൽ അതിനെ തടയരുത്, നിലവിളിച്ചോണം. അതൊരു ഭാഗ്യമാണ്. ദൈവസന്നിധിയിൽ കരയാൻ നിങ്ങൾക്ക് പറ്റിയാൽ മറ്റിടങ്ങളിലെ കരച്ചിലുകൾ ഒഴിവാകും. മനസ്സിലായോ? കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവന് മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ടി വരില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവന് മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം കൂടിയുണ്ട്, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവന് ആവശ്യമില്ലാത്ത സമയം പാഴായി പോത്തുമില്ല. വെറുതെ സമയം പോത്തുമില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് സമയം പാഴായി പോത്തുമില്ല കർത്താവിന്റെ അടുത്തിരിക്കുന്നവന്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഈശോയ്ക്ക് വേണ്ടിയിരിക്കണം, ഈശോയെ സ്നേഹിക്കണം, കർത്താവിനോട് ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹവും സ്നേഹം ഉണ്ടാവണം. ഈ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാലൊക്കെ മരവിച്ച് തുടങ്ങി, പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ഇനി ആമേൻ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നന്നായിട്ട് കരങ്ങളടിച്ച് പവർ നന്നായിട്ട് കരങ്ങളടിച്ച് ആമേൻ. ഹല്ലേലൂയ. ഇരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമുക്കിടയിലുണ്ട്. ഹല്ലേലൂയ.